ഇന്നത്തെ സ്പെഷ്യൽ ഒരു ഫിഷ് കറിയാണ് കേട്ടോ. വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയ ചാള മീൻ കറിയാണ് ഞാൻ ഇന്ന് വയ്ക്കാൻ പോണത്. അപ്പം അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചാള മീൻ ഒത്തിരി നേരം കുത്തിയിരുന്ന് കഴുകിയെടുത്തതാണ്. ഇപ്പോൾ ഇതിന് വേണ്ട ചേരുവകൾ എന്തെന്ന് നോക്കാം. നമുക്കിതിലൊരു 10-15 ചെറിയ ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം അരപ്പ് റെഡിയാക്കാൻ വേണ്ടി. ഇതിൽ ഞാൻ മെയിനായിട്ട് ചേർക്കുന്നത് എൻ്റെ വീട്ടിൽ ഞാൻ തന്നെ നട്ട് വളർത്തിയ കുറ്റിക്കുരുമുളകിൻ്റെ പച്ചക്കുരുമുളകില്ലേ, അതാണ്. ഇപ്പം ഞാൻ ഇതിൽ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്, 2 പച്ചമുളക്, പിന്നെ ഒരു 2 കഷ്ണം ഇഞ്ചി. ഇത് മാത്രം ഇപ്പോൾ ഒന്ന് ആദ്യം അരച്ചെടുക്കാം. ഈ ഉള്ളി അരച്ചതിനെ നമുക്ക് ഈ ചട്ടിയിലോട്ട് മാറ്റാം. ഇപ്പം ഞാൻ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ മോള് വന്ന് അവക്ക് തന്നെ കുക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് ഇടയിൽ കൈയിട്ടുകൊണ്ടിരിക്കുകയാണ്. ചെറിയ ഉള്ളി ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി, അതുകൊണ്ടാണ് ഞാൻ തനിയായിട്ടിട്ടത്. ഇപ്പം നമുക്ക് തേങ്ങ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 2 പിടി തേങ്ങ ഇട്ട് കൊടുക്കാം. പൊതുവെ നമ്മുടെ നാട്ടിലൊക്കെ ചാള മീനിന് അധികം തേങ്ങ യൂസ് ചെയ്യാറില്ല, അപ്പോൾ അതിന് കുറച്ച് തേങ്ങ മതിയാവും. കറിവേപ്പില ഉള്ളി ഇട്ടപ്പോഴേ ഞാൻ ആദ്യമേ ഇട്ടു. ഇതിപ്പോൾ മോക്ക് അവൾ ഇടണമെന്ന് ആഗ്രഹം പറഞ്ഞത് കാരണം ഞാൻ 2 ഇല കൂടെ എടുത്ത് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ കറിവേപ്പില ഇട്ടായി. ഇപ്പോഴാണ് നമ്മുടെ മെയിൻ താരം പച്ച കുരുമുളക്. ഇതിൻ്റെ ആദ്യത്തെ വിളവെടുപ്പ് ഇങ്ങനെ കിട്ടിയതാണ് കേട്ടോ. അപ്പം ഇതിലിത് ഒരു പിടി കാണും മൊത്തത്തിൽ. അപ്പം ഇത് ഫുള്ളായിട്ട് ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്, കാരണം വലിയ എരിവായിട്ട് എനിക്ക് തോന്നിയില്ല. എരിവൊക്കെ നിങ്ങൾ അവരവരുടെ ഇഷ്ടത്തിന് ചേർത്തോളൂ കേട്ടോ. ഞാനിതിപ്പോൾ എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ കുരുമുളക് ആയത് കാരണം എത്രത്തോളം എരിവുണ്ടെന്ന് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ മാറ്റി വെച്ചിരുന്നത് ഞാൻ വീണ്ടും ഉപയോഗിച്ചു. അപ്പോഴത്തന്നെയാണ് നല്ല എരിവ് കിട്ടിയത്. ഇപ്പം ഇത് അരച്ചതെല്ലാം കൂടെ ചട്ടിയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ കറിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ജാറിലിരുന്നതിനൊക്കെ ഒന്ന് കഴുകി ഒഴിച്ചു കൊടുത്തു. പുളിപ്പിനായിട്ട് ഞാനിവിടെ മാങ്ങയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഒരു മാങ്ങ കംപ്ലീറ്റ് ആയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ്, നല്ല പുളിപ്പുള്ള മാങ്ങയാണ്. മാങ്ങ കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സാധാരണ വാളംപുളിയോ കുടംപുളിയോ എന്ത് വേണമെങ്കിലും ചേർക്കാം. പക്ഷെ മാങ്ങയുടെ ടേസ്റ്റും മണമൊക്കെ ഒന്ന് തനിയാണ്. ഇപ്പോൾ കുറച്ച് നല്ല മണത്തിന് വേണ്ടി 4 പച്ചമുളക് കൂടെ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, കീറിയിടുകയാണ്. അപ്പോൾ കറിവേപ്പിലയും പച്ചമുളകും മാങ്ങയുടെ ഒക്കെ മണം ഈ തിളച്ച് വരുമ്പോൾ ഉണ്ടല്ലോ, അടിപൊളി മണമായിരിക്കും, ടേസ്റ്റിയും ആയിരിക്കും കേട്ടോ. ഇപ്പം നമുക്കിതിൽ കറിക്ക് ആവശ്യമായ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 സ്പൂൺ മഞ്ഞപ്പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് എന്നിവയാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഈ സമയത്ത് തന്നെ ഉപ്പും പുളിപ്പും എരിവും ഒക്കെ എല്ലാം ഉണ്ടോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന ചാള മീൻ ഇട്ട് കൊടുക്കാം. അപ്പം മാങ്ങ ഇട്ട് വെക്കുന്നതിന് ചാള, ചൂര, നെത്തോലി ഇതൊക്കെയാണ് അടിപൊളിയായിരിക്കും കേട്ടോ. മറ്റേ മീനുകൾ എങ്ങനെയെന്ന് അറിയില്ല, ഞാൻ മോസ്റ്റ്ലി ഈ 3 എണ്ണത്തിനൊക്കെയാണ് മാങ്ങ ഇട്ട് വെക്കാറുള്ളത്. ഇപ്പം നമുക്ക് എല്ലാം കറക്റ്റായിട്ടുണ്ട് പാകത്തിന്. ഞാൻ ഫിഷ് ഇട്ട് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. ഒരു പക്ഷേ പച്ചക്കുരുമുളക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കറുത്ത കുരുമുളകില്ലേ ഉണങ്ങിയത്, അതിട്ട് ചെയ്ത് നോക്കൂ. അതും പച്ചമുളകും കൂടെ ഒക്കെ ഇട്ട്. എപ്പോഴും യൂസ് ചെയ്യുന്നത് റെഡ് ചില്ലി അല്ലേ, അതിൽ നിന്ന് ഒന്ന് മാറ്റി പിടിക്കൂ. മാത്രമല്ല നമ്മുടെ ഈ ദേശത്ത് വിളയിച്ചിരുന്നത് കുരുമുളകാണ്. അപ്പം ഇതിന്റെ പ്രാധാന്യം കണ്ടിട്ടാണ് വിദേശത്ത് നിന്ന് ആൾക്കാർ വന്ന് ഇതിനെ തട്ടിക്കൊണ്ട് പോയിട്ട് നമുക്ക് പകരമായിട്ട് റെഡ് ചില്ലിയെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇപ്പം അത് മാത്രമല്ല, അതിന്റെ ഫലമായിട്ടാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പല അസുഖങ്ങൾ, ക്യാൻസർ പോലത്തെ പല അസുഖങ്ങൾ, അങ്ങനെയൊക്കെ ഞാൻ ഒത്തിരി ചാനലുകളിൽ ഡോക്ടേഴ്സ് പറയുന്ന കേട്ടിട്ടുണ്ട്. അപ്പം എന്നാലും ഞാൻ അതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല, എനിക്കതിനുള്ള ഇതില്ല. നിങ്ങൾക്കത് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഹെൽത്ത് പരമായിട്ടുള്ള ചാനലുകളോ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് പറയുന്ന അങ്ങനെയൊക്കെ ഈ റെഡ് ചില്ലിയെ പറ്റിയുള്ളതൊക്കെ അത് നിങ്ങൾ കണ്ടോളൂ, മനസ്സിലാകും. നമുക്ക് ആരോഗ്യപരമായിട്ടുള്ളത് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ വിളയുന്ന ഈ കുരുമുളക് പോലത്തെ എരിവിന് വേണ്ടി കുരുമുളക് തന്നെയാണ് നല്ലത്. അങ്ങനെ ഇവിടെ എല്ലാം സെറ്റായി. നമുക്കിതിനൊന്ന് അടച്ചിട്ട് വേവിക്കാം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം, ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം. തവിയിട്ട് ഇളക്കാൻ പാടില്ല, പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ഫിഷിന്റെ കഷ്ണങ്ങളൊക്കെ. അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് പൊട്ടാതെ ഇളക്കി കൊടുക്കാം, അല്ലെങ്കിൽ ഒന്ന് തുണി കൊണ്ട് അങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് തവി കൊണ്ട് ഇളക്കി കൊടുക്കുകയാണ്. അപ്പം ഈ സമയത്ത് കുറച്ച് ഞാൻ ഉപ്പും പുളിപ്പൊക്കെ നോക്കിയപ്പോൾ പുളിപ്പ് കുറച്ച് കുറവാണെന്ന് തോന്നി. വേണമെങ്കിൽ മതിയാക്കാം, എങ്കിലും ഞാൻ
ഇവിടെ എല്ലാവർക്കും കുറച്ച് മീനിന് എരിവും പുളിയും ഒക്കെ ഒന്ന് ചൊടിയായിട്ടിരിക്കണം, എങ്കിലേ ഇവിടെ ചേട്ടനൊക്കെ കഴിക്കുകയുള്ളൂ. അപ്പോൾ അത് കാരണം ഞാൻ ഒരു 2 കുടംപുളി കൂടെ ഇട്ട് കൊടുത്തു കേട്ടോ. നമുക്കപ്പോൾ ഇതിനൊന്ന് അടച്ചിട്ട് കൊടുക്കാം, നല്ലൊരു തിള വരട്ടെ. അപ്പം അങ്ങനെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടെ ഒക്കെ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴപ്പോഴുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഈ ചാള മീൻ കറി ഇതുപോലൊന്ന് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അങ്ങനെ വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ടൊരു ഫിഷ് കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഫോർ നൗ.